ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മൈഥിലി കുഞ്ഞിനെ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് കാർത്തിയുടെ അടുത്ത് വന്ന് പൊട്ടിക്കരയുകയാണ് മീനാക്ഷി. എന്റെ മീനാക്ഷി, അവൾ കുഞ്ഞിനെ തരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? അവളെ ഇവിടുന്ന് അടിച്ചിറക്കണമെന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുകയാണ്, കാർത്തിയേട്ടാ, നമ്മൾ കുഞ്ഞിനെ കുറിച്ച് കൂടി ചിന്തിക്കണ്ടേ? നമ്മൾ അവളെ ഇവിടുന്ന് അടിച്ചിറക്കിയാൽ അവള് കുഞ്ഞിനെയും കൊണ്ടുപോകും. എനിക്കത് താങ്ങാനാകില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മയും കൈമളിനെയും ജഗദീഷിനെയും മാലതിയെയുമാണ്. മൈഥിലി എങ്ങനെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാമെന്ന് ചർച്ച ചെയ്യുകയാണ് എല്ലാവരും കൂടി. അതേസമയം മീനാക്ഷി മൈഥിലി കുഞ്ഞിനെ തരുന്നില്ലെന്ന് അവരോട് വന്ന് പറയുന്നു. എന്റെ മോള് വിഷമിക്കാതെ, നമുക്കിതിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടെത്താമെന്ന് ജഗദീഷ് പറയുന്നു. അപ്പോഴാണ് സാവിത്രി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അച്ഛാ, അമ്മേ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ജഗദീഷ് മുകളിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. എടാ, നീയും അവിടെ ഇരിക്ക്, നീയും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എന്താ മോളെ, എന്താ കാര്യമെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ സാവിത്രി പറയുകയാണ്, അതമ്മേ, രാമേട്ടന്റെ ബിസിനസ് ആകെ തകർന്നു. അത്യാവശ്യമായിട്ട് ഒരു 3 കോടി രൂപ വേണമെന്ന് പറഞ്ഞ് എന്നെ രാമേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ സാവിത്രിയെ നോക്കുന്നു. നാളെ തന്നെ പണം കൊടുത്തയക്കണമെന്നും ഇവിടെ വിശ്വസ്തനായ ആരോ ഒരാൾ ഉണ്ടെന്നാ പറഞ്ഞതെന്നും ഒക്കെ തന്നെ സാവിത്രി പറയുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ലെന്നേ നിന്റെ രാമേട്ടനോട് പറഞ്ഞേക്ക്, ഇവിടെ പണമൊന്നുമില്ലെന്ന് പറഞ്ഞ് രാജലക്ഷ്മി അമ്മ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു. എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞല്ലേ എന്ന് പറഞ്ഞ് വിഷമത്തോടെ സാവിത്രി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദിനിയും മീനാക്ഷിയും കൂടി രാജലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. അമ്മായിയമ്മയുടെ വക്കാലത്തുമായിട്ട് വന്നതെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തിരിച്ചു പോയിക്കോ, എന്താണെങ്കിലും ഞാൻ 1 രൂപ പോലും രാമഭദ്രന് കൊടുക്കില്ല. ഇതിനു മുമ്പും ഇതേപോലെ വിഷമം പറഞ്ഞ് അവൾ എൻ്റെ അടുത്ത് എത്തിയപ്പോഴേ കണക്കില്ലാത്ത പൈസ തന്നെയാ ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് രാമഭദ്രനെ സഹായിക്കാൻ തന്നെയാണോ എന്ന് പോലും എനിക്കറിയില്ല. എന്നാലും അമ്മേ, രാമേട്ടന് അത്രയും അത്യാവശ്യമായതുകൊണ്ടായിരിക്കുമെന്ന് നന്ദിനി പറയുമ്പോൾ ഇതിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കണ്ടെന്നും എന്താണെങ്കിലും ഞാൻ പണം തരാനേ പോകുന്നില്ലെന്നും രാജലക്ഷ്മി അമ്മ പറയുന്നു. ഇത് കേൾക്കുന്ന നന്ദിനിയും മീനാക്ഷിയും വിഷമത്തോടെ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാലതിയെയാണ്. മുറിയിൽ വന്നിരിക്കുന്ന മാലതി ദേഷ്യത്തോടെ പറയുകയാണ്, ഒരു താലി കിട്ടിയെന്നും കരുതി അയാളുടെ വിചാരം ഞാൻ അയാളുടെ അടിമയാണെന്നാ. എപ്പോഴും ഇങ്ങനെ തന്നെയാ, എല്ലാവരും മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തും തല്ലുകയും ചെയ്യും. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ അയാളുടെ അഹങ്കാരമൊക്കെ. പിന്നെ ഓക്കാനിച്ച് എൻ്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കേണ്ടി വരും. ഇതെല്ലാം കേട്ടുകൊണ്ട് അകത്തേക്ക് വരികയാണ് ജഗദീഷ്. ഒരു പേപ്പറും പേനയും എടുത്ത് മാലതിക്ക് നേരെ നീട്ടിയിട്ട് ജഗദീഷ് പറയുകയാണ്, ഇന്നാ നീ പരാതി എഴുത്, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്ക്, ഞാനും വരാൻ നിന്റെ ഒപ്പം. അത് ജഗദീഷേട്ടാ, ഞാൻ എന്തെങ്കിലും പിച്ചും പേയും പറഞ്ഞെന്ന് കരുതി ജഗദീഷേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീയാണോ മൈഥിലിയെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. അത് നിർത്തിയില്ലെങ്കിലേ നിന്റെ കുഴി നീ തന്നെ തോണ്ടുകയാ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, എൻ്റെ ചേച്ചി എന്നോടും എൻ്റെ കുടുംബത്തിനോടും ആ പണം ചോദിച്ചത്. അതിൽ നീ കയറി ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. അത്രയും പറഞ്ഞ് ജഗദീഷ് ദേഷ്യത്തോടെ പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മ നന്ദിനിയുടെയും മീനാക്ഷിയുടെയും അടുത്തേക്ക് വരുന്നതാണ്. മാലതി നിൽക്കുമ്പോൾ പണം ചോദിക്കേണ്ട വല്ല കാര്യവും അവൾക്കുണ്ടായിരുന്നോ? എന്താണെങ്കിലും ഞാൻ അവളോട് കാര്യം ചോദിക്കട്ടെ, ന്യായമായ കാര്യമാണെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് രാജലക്ഷ്മി അമ്മ പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സാവിത്രിയാണ്. രാമഭദ്രൻ സാവിത്രിയെ വിളിക്കുന്നു. ശരിക്കും എന്താ ഉണ്ടായത് രാമേട്ട എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ, അത് സാവിത്രി, എൻ്റെ കാർ ഒന്ന് ആക്സിഡന്റ് ആയി. എൻ്റെ കാറ് ഒരാളെ ഇടിച്ചു, അയാൾ സ്പോട്ടിൽ തന്നെ മരിക്കുകയും ചെയ്തു. അതിനുവേണ്ടി അയാളുടെ കുടുംബത്തിന് 3 കോടി രൂപ കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കിവിടുന്ന് വധശിക്ഷ വരെ കിട്ടിയെന്ന് വരാം. ഞാൻ എന്താണെങ്കിലും നോക്കട്ടെ രാമേട്ട എന്ന് പറഞ്ഞ് സാവിത്രി കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് സാവിത്രി പറയുകയാണ്, ഈ വീട്ടില് നിധിയൊന്നുമില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്? ഞാൻ നോക്കട്ടെ ഈ വീട്ടില് നിധി വല്ലതും ഉണ്ടോ എന്ന്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.